മോഡ്യൂൾ 3 ഞാൻ പറഞ്ഞല്ലോ ഗിയറും ഉണ്ട് ഗിയർ ട്രെയിനും ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ ഒന്ന് മുറുക്കി പിടിച്ചാൽ തന്നെ നമുക്കത് മോഡ്യൂൾ 3 സെറ്റാക്കാൻ പറ്റും. അതിനകത്ത് ഗിയറിൻ്റെ സംഭവം പറഞ്ഞു, ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിക്കുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ 2 ഡെമോ ക്വസ്റ്റ്യനും കൂടെ തന്നു. ഇപ്പോൾ ഗിയറിനകത്ത് തന്നെ സെറ്റ് 1 ഇക്വേഷൻ ഉണ്ട്, സെറ്റ് 2 ഇക്വേഷൻ ഉണ്ട്. സെറ്റ് 1 ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ LAC LPC കോൺടാക്ട് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ. പിന്നെ അതല്ലാതെ സെറ്റ് 2 എന്ന് പറഞ്ഞാൽ ഇൻ്റർഫറൻസ് വരുമ്പോൾ ഉള്ളത്. അപ്പം ടീത്തിൻ്റെ ഇൻ്റർഫറൻസ് ഇല്ലെങ്കിൽ എത്ര വരണമെന്നുള്ളത് കണ്ടുപിടിക്കുന്നു ഗിയർ റേഷ്യോ വെച്ചിട്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി, അപ്പം അതാണ് ഇത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഗിയർ ട്രെയിൻ എന്ന് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഗിയർ ട്രെയിൻ, ഓക്കെ. ഗിയർ ട്രെയിൻ എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? സിമ്പിൾ ഗിയർ ട്രെയിൻ ഉണ്ട്, രണ്ടാമത്തത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ഉണ്ട്, പിന്നെ മൂന്നാമത്തത് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഉണ്ട്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. പിന്നെ അടുത്ത നാലാമത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഇത് 3 എണ്ണം കൂടെ ചുറ്റി അടിക്കുന്ന സാധനം പോലെ ആയിരിക്കും നമുക്കിത് തോന്നുന്നത് കേട്ടോ. ഇത് 3 എണ്ണം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പോലെ നമുക്ക് തോന്നും. ശരി, സിമ്പിൾ ഗിയർ ട്രെയിൻ ഉണ്ട്, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ഉണ്ട്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഉണ്ട്, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ഉണ്ട്. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഗിയർ ട്രെയിൻ ആണ്. അതായത് എങ്ങനെ ഇരിക്കും, അതിൻ്റെ സൈഡ് വ്യൂവും ഞാൻ വരയ്ക്കാം, ടോപ്പ് വ്യൂവും ഞാൻ വരയ്ക്കാം. സൈഡ് വ്യൂ, ഓക്കെ. സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതൊരു ഷാഫ്റ്റിൽ ഒരു ഗിയർ, അടുത്തൊരു ഷാഫ്റ്റ് അപ്പുറമായിട്ടിരിക്കുന്നു, അതൊരു ഗിയർ. അപ്പോൾ ഈ ഗിയറും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്, ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത് ഒരെണ്ണം കൂടെ അങ്ങനെ എനിക്കാണെങ്കിൽ വരച്ച് പോവാം, ഓക്കെ. വരച്ച് വേണമെങ്കിൽ പോവാം, ഇങ്ങനെ പോവാം. അതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ. അപ്പം നമ്മൾ ഗിയർ പഠിക്കാൻ നേരത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം 2 എണ്ണം ഇങ്ങനെ ഇരിക്കുക, ഒരെണ്ണം ഇങ്ങോട്ട് കറങ്ങുവാണ്, അതായത് ഒരെണ്ണം ക്ലോക്ക് വൈസ് കറങ്ങുവാണ്. അപ്പം ഇതിങ്ങനെ മുട്ടിയിരിക്കാൻ നേരത്തെ ഇത് ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഇത് എന്തോന്നാവും, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും, ഓക്കെ. ആ ഒരു കാര്യം നമ്മൾ പഠിക്കണം. ഇത് ക്ലോക്ക് വൈസ് കറങ്ങുവാണെങ്കിൽ, ഇതിപ്പോൾ സപ്പോസ് മുട്ടിയിരിക്കുവാണെങ്കിൽ ഇത് എന്തോന്ന് പറ്റും, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ക്ലോക്ക് വൈസ് കറങ്ങുവാണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും, ഓക്കെ. ക്ലോക്ക് വൈസ് ആണ് ഇതിൻ്റെ കറക്കുമെങ്കിൽ ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഇത് കറങ്ങും. ഇതൊരു ഐഡിയ. പിന്നെ ഇത് എങ്ങനെയാണ്, രണ്ടിൻ്റെയും പല്ല് പുറത്താണെങ്കിലാണ് അതങ്ങനെ, ഓക്കെ. രണ്ടിൻ്റെയും പല്ല് പുറത്താണെങ്കിൽ അത് ഈ ഒരു രീതിയിൽ ആവും. ഇനി ഒരെണ്ണത്തിൻ്റെ പല്ല് പുറത്തും ഒരെണ്ണത്തിൻ്റെ പല്ല് അകത്തുമാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു സംഭവമായിരിക്കും വെച്ചോ, ഇതൊരു ഗിയർ, 2 ഗിയർ ഇങ്ങനെ ഇരിക്കുക. ഗിയറിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ടീത്താണിത്, ഇത് എക്സ്റ്റേണൽ ടീത്ത്. ഇതിൻ്റെ ഇവിടെയായിട്ടാണ് ടീത്ത് വന്നിരിക്കുന്നത്. ഇമാജിൻ ചെയ്യുക, ഇതിൻ്റെ ടീത്ത് പുറത്തായിട്ട് വന്നിരിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു വലിയൊരു ടീത്താണ്, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് കറങ്ങുമ്പം ഇതിൻ്റെ അകത്താണ് ഇൻറ്റേർണൽ ടീത്ത്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് കറങ്ങുമ്പം ഇത് എങ്ങോട്ട് കറങ്ങും, ഇതിങ്ങനെ കറങ്ങുമോ, ഇതും ഇങ്ങനെ കറങ്ങുമോ, ഇതും ഇങ്ങനെ തന്നെ കറങ്ങും. കാരണം എക്സ്റ്റേണൽ ടീത്തും ഇൻറ്റേർണൽ ടീത്തും മെഷ് ആക്കുവാണെങ്കിൽ ഈ ഗിയർ ഏത് ഡയറക്ഷനിൽ കറങ്ങുന്നോ ആ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഇൻറ്റേർണൽ ടീത്തുള്ള ഇതും കറങ്ങുന്നത്, ശരിയല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് കറക്കുവാണെങ്കിൽ ഇതും ഇങ്ങനെയല്ലേ കറങ്ങത്തുള്ളൂ. ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ ഇൻറ്റേർണൽ ടീത്ത് ഇങ്ങനെയല്ലേ കറങ്ങത്തുള്ളൂ, ഓക്കെ. അപ്പോൾ അതാണ്. ഇപ്പോൾ ഒരു ഗിയർ ഉണ്ട്, ഇനി ഒരു ഗിയർ ഇങ്ങനെ നിൽക്കുക, ഓക്കെ. ഇതൊരു ഗിയർ, ഈ ഗിയർ ഇതിങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ മുട്ടുന്നുണ്ട്, ഓക്കെ. ഇവിടെ ഇങ്ങനെ മുട്ടുന്നുണ്ട്. ഇതിൻ്റെ ഗിയർ എക്സ്റ്റേണൽ ഗിയറാണ്, ഇതിൻ്റെ ഇന്നേർണൽ ഗിയറാണ്. അപ്പോൾ ഇതിപ്പോൾ ക്ലോക്ക് വൈസ് കറങ്ങുവാണെങ്കിൽ ഇതെങ്ങനെ കറങ്ങും, ഇതും ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങും. അപ്പം 2 എക്സ്റ്റേണൽ ഗിയർ ആണെങ്കിൽ എന്തോന്നാണ്, ഓപ്പോസിറ്റ് ആണ്. 2 എക്സ്റ്റേണൽ ഗിയർ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആണ്. ഇപ്പം ഒരു ഗിയറിൻ്റെ അകത്ത് കിടന്നാണ് ഇന്നേർണൽ കറങ്ങുന്നത്. ഇതിനെ വന്നിട്ട് എക്സ്റ്റേണലും ഇതിനെ വന്നിട്ട് ഇന്റേണൽ ഗിയറും ആണെങ്കിൽ ഇതെങ്ങനെയാണ്, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു 2 കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇതും ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങി. കാരണം എന്താണ്, ഇത് എക്സ്റ്റേണൽ ടീത്തും ഇത് ഇന്റേണൽ ടീത്തും. ഇവിടെയോ, ഇവിടെ ഇതും എക്സ്റ്റേണൽ, ഓക്കെ. ഒരു ഐഡിയ കിട്ടിയാ? ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ശരി, ഇനിയിപ്പോൾ സിമ്പിൾ ഗിയർ ട്രെയിനിലേക്ക് വരാം. അപ്പം ഇതിപ്പം ഇവിടെ നിന്ന് ഞാനിപ്പം ഈ ഒരു ഗിയറിനെ ക്ലോക്ക് വൈസിൽ കറക്കി. ഇതിപ്പം മെഷിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും, ഇത് ഞാനിപ്പോൾ ക്ലോക്ക് വൈസ് കറക്കി. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും, കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങും, അല്ലേ? ഇപ്പം ഇതിപ്പം ക്ലോക്ക് വൈസ് കറക്കിയപ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെ ഒരു ഗിയറും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും, ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് കറങ്ങുമ്പോൾ ഇത് തിരിച്ചിങ്ങോട്ട് കറങ്ങും.
ക്ലോക്ക് വൈസിൽ കറങ്ങും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിലോ, ഇവിടെ ഒരു ഗിയറും കൂടെ ഇപ്പോൾ ഇങ്ങനെ ഞാൻ കയറ്റി വെച്ചു. അപ്പം ഇതപ്പോൾ എങ്ങോട്ട് കറങ്ങും? ഇത് ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷൻ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് സിമ്പിൾ ഗിയർ ട്രെയിനിൻ്റെ ഒരു ഐഡിയ. സിമ്പിൾ ഗിയറിനാണെങ്കിൽ ഇങ്ങനെ ഒരു ഗിയർ ഇങ്ങോട്ട് കറങ്ങി ഇനി ഒരു ഗിയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങും. ഇത് ഏത് ഡയറക്ഷനാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് ഏത് ഡയറക്ഷനാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ. ഇത് സൈഡ് വ്യൂ. ഇനിയിപ്പോൾ ഇതിന് ഞാൻ ടോപ്പ് വ്യൂ ഒന്ന് വരച്ച് നോക്കാം. ടോപ്പ് വ്യൂ എന്ന് പറയുന്ന നേരത്ത് ഇതൊരു ഷാഫ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു ഗിയർ. എന്നിട്ട് ആ അടുത്ത ഗിയർ ഇങ്ങനെ വരും, അത് ഈ ഷാഫ്റ്റിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇത് അടുത്ത ഗിയർ. അതിനുശേഷം ഓക്കെ, ഇതിവിടെയാണ് മെഷിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, പുരിഞ്ഞതാ. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. കാണാമോ? ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിലോ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാം. ഏത് പേന കൊണ്ട്? ഈ പേന കൊണ്ട് വരയ്ക്കാണ്. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിൽ ഒരു ഗിയറുണ്ട്, ഇതാണ് അതിൻ്റെ ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിൽ തന്നെ വേറെ ഒരു ഗിയറും കൂടെ ഉണ്ട്. മനസ്സിലായോ? ഇപ്പം ഒരു ഷാഫ്റ്റിൽ ഇവിടെ ഒരു ഗിയറേ ഉണ്ടായിരുന്നുള്ളൂ സിമ്പിളിനകത്ത്. ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയറേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു ഷാഫ്റ്റിൽ 2 ഗിയർ വരും. അപ്പം ഈ ഗിയർ കറങ്ങുന്ന സ്പീഡിൽ തന്നെയായിരിക്കും ഇതും കറങ്ങുന്നത്. കാരണം എന്താണ്? ഇത് ഒറ്റ ഷാഫ്റ്റിലായിരിക്കുന്നത്. ഇവിടെ ഒരു ഗിയർ കയറ്റി വെച്ചാലും ഇവിടെ ഒരു ഗിയർ കയറ്റി വെച്ചാലും ഈ ഷാഫ്റ്റ് ഏത് സ്പീഡിൽ കറങ്ങുന്നോ ആ സ്പീഡിലല്ലേ ഇതും കറങ്ങത്തുള്ളൂ. കാരണം ഇത് രണ്ടും ഒരു ഷാഫ്റ്റിലല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ അതിനിപ്പോൾ ടോപ്പ് വ്യൂ വരച്ചാലോ, ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരും. ഇതൊരു വലിയ ഗിയർ, ഇതൊരു ചെറിയ ഗിയർ. ഒരു ഷാഫ്റ്റിൽ തന്നെ 2 ഗിയർ. മനസ്സിലായോ? എ ഷാഫ്റ്റ് ക്യാരിയിങ് മോർ ദാൻ 1 ഗിയർ ഇസ് കോൾഡ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. അതൊക്കെ എടുക്കും. ശരി. ഇനിയിപ്പം റിവർട്ടഡ് ഗിയർ ട്രെയിൻ. റിവർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പം ഇതിപ്പം ഒരു ഷാഫ്റ്റ് ആദ്യമേ ഇതിവിടെ ഒരു ഗിയർ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഇത് വേറെ ഒരു ഗിയർ ഇതിങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, എന്നിട്ട് വല്ലതും മനസ്സിലായോ? ഇതൊരു ഷാഫ്റ്റ്, ഇതൊരു വേറൊരു ഷാഫ്റ്റ്. ഇത് വന്നിട്ട് ഇതിൽ മെഷിലിരിക്കുക. അതേപോലെ തന്നെ ഇതൊരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, ഇവിടെ വരച്ചതുപോലെ തന്നെ ഗിയർ ട്രെയിൻ, അത് വേറൊരു ഷാഫ്റ്റിൽ മെഷിലിരിക്കുക. ഓക്കെ, ഇത്ര മനസ്സിലായോ? അപ്പം ഇത് എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഷാഫ്റ്റിൻ്റെ ആക്സസിന് നേരെയിൽ ഇത് പോകുന്നത്, അതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. അതായത് ഇവിടെ നിന്ന് ഇത് ഇതിലേക്ക് ഈ ഗിയർ, ഈ ഷാഫ്റ്റിൽ നിന്ന് ഈ ഷാഫ്റ്റിലേക്ക് ഇത് ഗിയർ മെഷിലിരിക്കുന്നു. എന്നിട്ട് ഈ ഷാഫ്റ്റിൻ്റെ ഈ ഗിയർ ചെയ്യുന്ന അത് ഇപ്പോൾ വേറൊരു ഷാഫ്റ്റിലേക്ക് ഇതിൻ്റെ മെഷ് വരുന്നുണ്ട്. അപ്പം ഈ ഷാഫ്റ്റും ഏതാണ്ട് ഒരേ ആക്സിസിൽ കൂടെയാണ് പോകുന്നത്. ഒരേ ഷാഫ്റ്റ് അല്ല, ഒരേ ആക്സിസ് ആണ്. അത് കാണാൻ നേരത്തെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതായത് ഇതിൻ്റെ ഇത് വരയ്ക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഒരു സാധനം, എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം, 2 ഗിയർ, എന്നിട്ട് ഇതാണ് അതിൻ്റെ ഷാഫ്റ്റിൻ്റെ നടുക്ക്. എന്നിട്ട് ഇത് വേറെ ഒരു ഷാഫ്റ്റിൽ ഇതിങ്ങനെ ഇതിങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അതായത് ഈ ഷാഫ്റ്റ് ഇത്രയും വലുതാണ്, ഈ ഷാഫ്റ്റ് ഇത്രയും വലുത്. എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ചെറിയ ഇത്. ഓക്കെ, ഇത് രണ്ടും വേറെ വേറെ ഷാഫ്റ്റാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു ഷാഫ്റ്റ്, ഇത് വേറൊരു ഷാഫ്റ്റ്. പക്ഷേ ഇത് രണ്ടും ഒരേ ആക്സിസിൽ കൂടെ പാസ്സാവുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി. ഇനിയിപ്പം എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഗിയർ. ഓക്കെ, ഇത് വേറെ ഒരു ഗിയർ. അപ്പോൾ ഈ 2 ഗിയറിൻ്റെയും ഇത് വന്നിട്ട് എന്തോ ചെയ്യും, ഒരു ആം വെച്ച് അറ്റാച്ച് ചെയ്യും. ആം വെച്ച് അറ്റാച്ച് ചെയ്യും. ഇങ്ങനത്തെ സംഭവമാണ് എന്തോന്ന് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഓക്കെ,
അതായത് ഇത് ക്ലോക്ക് വൈസ് കറങ്ങാൻ നേരത്ത് ഈ സംഭവം എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ഇനിയിപ്പോൾ ആമിനൊരു റൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതും ഒരു ഡയറക്ഷനിലേക്ക് കറങ്ങും. അപ്പം അത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇതാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ആമ് വരും അതിൻ്റെ സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു ഷാഫ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഗിയർ വരുന്നതിനാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരേ ഷാഫ്റ്റിൻ്റെ ആ ആക്സിസിൽ തന്നെ അക്കരെ ഇക്കരെ ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇത് തമ്മിൽ കണക്ഷൻ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒരേ ഡയറക്ഷനല്ല ഒരേ ആക്സിസിൽ കൂടെ അതിങ്ങനെ കാണും. അതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. ഓക്കെ. പിന്നെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ഇതെന്ന് പറയുന്നത് ഒരു ആമ വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പം നമുക്ക് ചോദ്യം വരുവാണെങ്കിൽ ഗിയർ ട്രെയിനിൻ്റെ ഇപ്പോൾ ഗിയറിൽ ഞാൻ പറഞ്ഞില്ല, ആ ഇക്വേഷൻ പഠിക്കുക, അത് ചെയ്യുക. അപ്പം ഗിയറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ചോദിക്കുന്ന ഈ സാധനമാണ്, എന്തോന്ന്, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതിപ്പം ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ആ ലോജിക്ക് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു 3-4 ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോന്നാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഞാൻ ഈ ഗിയർ ട്രെയിനിൻ്റെ അകത്ത് ഞാൻ സബ് ക്വസ്റ്റ്യനായിട്ട് ഇടാൻ പോകുന്നത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഡെമോസ് ആണ് ഇടാൻ പോകുന്നത്. അപ്പം അത് കൂടാതെ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വർക്കൗട്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് മോഡ്യൂൾ 3 അറ്റൻഡ് ചെയ്തിരിക്കുന്ന മൊത്തം കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പം ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിൽ ഇതിന്റെ സ്പീഡ് തന്നെ ആയിരിക്കും ഇതിന്റെ സ്പീഡും. ഓക്കെ. ഇതിന്റെ സ്പീഡ് ഇപ്പോൾ N1 ആണെങ്കിൽ ഇതിന്റെ സ്പീഡ് എന്തോന്നാണ്, N1 തന്നെയാണ്. അല്ലാതെ ഇതിനെ N2 എന്ന് പറഞ്ഞ് എടുക്കരുത്. N1 ആൻഡ് N1 N2 ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഇതും സെയിം സ്പീഡാണ്. അപ്പോൾ അതിന് വേറൊരു സ്പീഡെന്ന് പറഞ്ഞ് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. മിക്കപ്പോഴും നമുക്ക് ഗിയർ ട്രെയിനിൻ്റെ അകത്തുനിന്ന് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ് ചോദിക്കുന്നത്. അപ്പം അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കുറച്ച് കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ 2 ഗിയർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇതിപ്പം എക്സ്റ്റേണൽ ഗിയേഴ്സ് ഉള്ളതാണെങ്കിൽ ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതൊരു ഐഡിയ. അതുപോലെ തന്നെ ഇന്റേണൽ ഗിയർ ഉള്ളതാണെങ്കിൽ, അതായത് ഒരു ഗിയർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഇനി ഒരു ഗിയർ ഉണ്ട്. അപ്പം ഈ ഗിയറിന് എക്സ്റ്റേണൽ ഗിയറും ഈ പുറത്തിരിക്കുന്ന ഗിയറിന് ഇന്റേണൽ ഗിയറും ആണെങ്കിൽ അത് ഇങ്ങനെ ഇത് ഇപ്പോൾ ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഇതും ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങും. ഇതിപ്പോൾ എക്സ്റ്റേണൽ ഗിയർ അല്ല. അപ്പോൾ ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. അപ്പോൾ ഈ 2 ഐഡിയ മൈൻഡിൽ വെച്ചിരിക്കുക. ഓക്കെ, ശരി. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പം ഇതിപ്പോൾ ഒരു ഗിയർ, ഗിയർ എ, ഇത് ഗിയർ ബി. അപ്പം ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്തിനെ നമ്മൾ എങ്ങനെ വിളിക്കും? TA എന്ന് വിളിക്കും. ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്തിനെ എങ്ങനെ വിളിക്കും? TB എന്ന് വിളിക്കും. ഓക്കെ. ഇതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ, അതായത് NA എന്ന് വിളിക്കും. ഇതിനെന്തോന്ന് വിളിക്കും? NB എന്ന് വിളിക്കും. ഇതിൻ്റെ ഡയമീറ്ററിന് എന്തോന്ന് വിളിക്കും? DA എന്ന് വിളിക്കും. ഇതിനെന്തോന്ന് വിളിക്കും? DB എന്ന് പറഞ്ഞ് വിളിക്കും. ശരിയല്ലേ? ഇതിനിപ്പോൾ നമ്മൾ ഗിയർ A എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ, ഇതിനെ ഗിയർ B എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ TA എന്ന് പറയും നമ്പർ ഓഫ് ടീത്തിനെ, NA എന്ന് പറയും എന്തിനെ? സ്പീഡിനെ, DA എന്ന് പറയും എന്തിനെ? ഡയമീറ്ററിനെ. ഇപ്പം ഇതിൻ്റെ ആണെങ്കിൽ B വെച്ച് നമ്മൾ പറയും. ഓക്കെ. എന്നിട്ട് ഈ സംഭവം കണ്ടോ, ഈ Tയും Nഉം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൽ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ഈ ഗിയറിൻ്റെ അകത്ത് എന്തോന്നുണ്ട്? ഇപ്പം നമുക്കിപ്പം ഇങ്ങനെയാണ് ഇതിനെ എഴുതുന്നത്. ഇതിപ്പോൾ ഗിയർ BA, ഇത് ഗിയർ A. അപ്പോൾ ഇത് എഴുതുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇതിപ്പോൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും എന്ന് വെച്ചാൽ NA/NB is equal to TB/TA. ഇപ്പം N ഒരു സൈഡിലാണ് എഴുതുന്നത്, T ഇനി ഒരു സൈഡിലാണ് എഴുതുന്നത്. അതിൻ്റെ അകത്ത് N ഇപ്പം മണ്ടയ്ക്ക് ആദ്യം A എഴുതുവാണെങ്കിൽ മിച്ചമുള്ളത് എന്താണ്? B. അതിന് നമ്മൾ താഴെ എഴുതും NA/NB. ഇനിയിപ്പോൾ NA/NB എന്നാണ് എഴുതുന്നതെങ്കിൽ ഇസ് ഈക്വൽ ടു ഈ T എന്ന് പറയുന്നത് തൊട്ട് താഴത്തതാണ് മണ്ടയ്ക്ക് വരുന്നത്, B ആണ് മണ്ടയ്ക്കോട്ട് വരുന്നത്, A ആണ് താഴെ വരുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ.
ഇപ്പം വേറെ 2 ഗിയർ എടുത്തു. ഇതിനെ ഗിയർ 1, ഇതിന് ഗിയർ 2 എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ഇതിനെ എങ്ങനെ ഈ രീതിയിൽ എഴുതാം? N2 by N1 is equal to T2 ആണോ 1 ആണോ? T1 by T2. എപ്പോഴും ഈ ഒരു നമ്പർ, ഈ ഒരു സംഭവം ക്രോസിൽ വരും എന്നുള്ളത് മൈൻഡിൽ വെച്ചിരിക്കുക. നമുക്ക് ഏതാണോ വേണ്ടത് അതിപ്പോൾ എടുക്കുക. ഇപ്പോൾ ഇതിനിപ്പോൾ ഞാനിപ്പം N1 എന്ന് പറഞ്ഞാണ് എനിക്കിപ്പോൾ എടുക്കേണ്ടതെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കാം? N1 by N2. N1 എടുത്തു, മിച്ചമുള്ളത് N2. അപ്പോൾ N2 ഇസ് ഈക്വൽ ടു ഇതിൻ്റെ T എങ്ങനെ വരും? T2 by T1. ഇത് ക്രോസിൽ. ഇനി ഇതിൻ്റെ കേസിൽ തന്നെ എനിക്കിപ്പം NB ബൈ എടുക്കണ്ടെങ്കിലോ? NB എന്ന് പറഞ്ഞെടുത്തു. NB ബൈ മിച്ചമുള്ളത് എന്തോന്നാണ്? NA ഇസ് ഈക്വൽ ടു TA ആണോ B ആണോ? TA ബൈ TB. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനെ പറയാം. അതായത് ഇപ്പം ഈ ഗിയർ കറങ്ങുമ്പം ഇനിയൊരു ഗിയർ അതിന് മെഷിലാണല്ലോ, റൊട്ടേറ്റ് ആകുമല്ലോ. അപ്പം ഇതിൻ്റെ ഇപ്പം നമുക്ക് എന്തോന്ന് തന്നിരിക്കും? ഇതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിരിക്കും, ഇതിൻ്റെ ടീത്ത് തന്നിരിക്കും, ഇതിൻ്റെയും ടീത്ത് തന്നിരിക്കും. പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിരിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഇപ്പോൾ 2 ഗിയറുണ്ട്. ഇതിനെ A എന്ന് വിളിച്ചു, ഇതിനെ B എന്ന് വിളിച്ചു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടുണ്ട്, ഇതൊരു 30. ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടുണ്ട് എത്രയാ? ഇതൊരു 40. ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാ? ഒരു 100. ഇതിൻ്റെ സ്പീഡ് തന്നിട്ടില്ല. അപ്പം ഇത് മെഷിലാണ്, ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങുവാണെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും അല്ലേ? അതെ. അപ്പം ഇതിൻ്റെ സ്പീഡ് 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 100 RPM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം NBയുടെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പം നമുക്ക് ഇതിനകത്ത് എന്തോന്നാണ് വേണ്ടത്? ബിൻ്റെ സ്പീഡാണ് വേണ്ടത്. സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് N. അപ്പം N ഓഫ് എന്താണ് വേണ്ടത്? B ആണ് വേണ്ടത്. അപ്പം N ഓഫ് B വേണമെങ്കിൽ N ഓഫ് B എഴുതി. അപ്പം മിച്ചമുള്ളത് അപ്പുറം കിടക്കുന്നത് N ഓഫ് A എഴുതുക. അത് ഞാൻ അപ്പോഴേ പറഞ്ഞു തന്നതിനെ ഞാൻ ഈ ഒരു രീതിയിൽ കൊണ്ടുവരുക. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടെ TB ആണോ TA ആണോ? TA ബൈ TB. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തോന്നറിയാം? TA അറിയാം, ഇവിടെ കിടപ്പുണ്ട്. TB അറിയാം, ഇവിടെ കിടപ്പുണ്ട്. NAയും അറിയാം. അപ്പം ഈ NAനെ ഇപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ NB ഇസ് ഈക്വൽ ടു TA ബൈ TB. NB ഇസ് ഈക്വൽ TA ബൈ TB ഇൻറ്റു ഇതിന് ഇപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് NA. അപ്പോൾ എത്ര വരും? 30/40 ഇൻറ്റു 100 എന്ന് പറഞ്ഞ് വരും. ചെയ്യാൻ നേരത്തെ എന്തോന്ന് കിട്ടും? ഗിയർ ബിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ കിട്ടുന്നത് RPMത്തിലായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ്. ഇപ്പം ഡയറക്ഷൻ കൊടുക്കാൻ നേരത്തെ നമ്മൾ സാധാരണ പടം വരയ്ക്കാൻ നേരത്തെ എന്തോന്ന് എഴുതും? സ്കെയിൽ എന്ന് പറഞ്ഞ് എഴുതും. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ ഇത്രയാന്ന് പറഞ്ഞ് എഴുതും. അതുപോലെ ഞാൻ ഇവിടെ എഴുതുക, കൗണ്ടർ ക്ലോക്ക് വൈസിനെ ഞാൻ മൈനസ് ആയിട്ട് എടുക്കുന്നു, ക്ലോക്ക് വൈസിനെ ഞാൻ പ്ലസ് ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അത് എഴുതണം. സ്കെയില് പോലെ മാറ്റി എഴുതണം. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസിനെ മൈനസ് ആയിട്ട് എടുക്കുന്നു, ക്ലോക്ക് വൈസിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ ഇതിപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെ. അപ്പോൾ കിട്ടുന്ന ഉത്തരം ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തോന്ന് പറഞ്ഞ് എഴുതണം? ഇന്ന് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് മൈനസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. മൈനസ് എത്രയാണോ ഉത്തരം അത്. ഇപ്പം 30/40 ഇസ് ഈക്വൽ ടു 0.75 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 75 RPM എന്ന് പറഞ്ഞു വരും. അത് -75 ആണ്. ഓക്കെ, NB എന്ന് പറയുന്നത് -75 ആണ്. അതിനർത്ഥം എന്താ? 75 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഡയറക്ഷൻ എന്താ? കൗണ്ടർ ക്ലോക്ക് വൈസ്. അത് നമ്മളിവിടെ കൊടുത്തു. അതാണ് സംഭവം. ഓക്കെ, ശരി, ഇതാണ് അതിൻ്റെ ഒരു ബേസിക്. ഇനിയിപ്പം ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിന് ഞാൻ പറയാം. അതിനൊരു ആമൊക്കെ കാണും. ഓക്കെ, അപ്പം ഇതിപ്പം ഇത് ഗിയറിൻ്റെ സെൻറ്റർ, ഇത് A എന്ന് പറഞ്ഞ ഗിയർ, ഇത് B എന്ന് പറഞ്ഞ ഗിയർ, ഇത് F എന്ന് പറയുന്ന ആം. ഓക്കെ,
അപ്പം ഇങ്ങനെ ആയിരിക്കും തന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തോന്ന് പറയും, നമ്പർ ഓഫ് ടീത്ത് ഓഫ് എ എന്ന് പറയുന്നത് ഒരു 50 നമ്പർ ഓഫ് ടീത്ത് ഓഫ് ബി എന്ന് പറയുന്നത് ഒരു 25 സ്പീഡ് ഓഫ് റൊട്ടേഷൻ, ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് വേണ്ട, നമ്പർ ടീത്ത് തന്നു, ഇത് ഇത്രയും തന്നു, ഇത് ഇത്രയും തന്നു. ഇനിയിപ്പോൾ നമ്മളോട് അവർ ചോദ്യം ചോദിക്കും, ഇഫ് എ റൊട്ടേറ്റ്സ് ഇൻ 150 RPM, എ എന്ന് പറയുന്നത് 150 RPM റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ, ഏത് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ഗിയർ ബി എന്ന് പറഞ്ഞ് ചോദിക്കും. എ ഫുൾ സ്പീഡിൽ കറങ്ങുക, അതായത് ക്ലോക്ക് വൈസിൽ 150 RPM കറങ്ങുക. ബി എന്ന് പറയുന്ന സാധനം, അപ്പം അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ ആം എന്ന് പറഞ്ഞ സാധനം ഫിക്സഡ്. ഇപ്പം ആം ഫിക്സഡ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, ആം ഫിക്സഡ് ആക്കി വെച്ചോണ്ട് എ വന്നിട്ട് ഒരു 150 RPM കറങ്ങുവാണെങ്കിൽ ഗിയർ ബീൻ്റെ ഇത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇനിയിപ്പം ആം ഒരു 200 RPM കറങ്ങി, എ ഫിക്സഡ് ആണ്, അപ്പോൾ ബിൻ്റെ എ ഫിക്സഡ് ആണ്, അപ്പോൾ ബി എത്ര എന്ന് പറഞ്ഞ് ചോദിക്കും. ബി കറങ്ങുവോ, അതിൻ്റെ ഡയറക്ഷൻ എത്രയാ എന്ന് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണെങ്കിൽ നമ്മൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് എഴുതുക. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബോക്സ് വരയ്ക്കുന്നു. ഒരു ബോക്സ്, ആ ബോക്സിൻ്റെ അകത്ത് ഇതൊക്കെയാണ് വേണ്ടത്. ആദ്യം സ്റ്റെപ്പ് നമ്പർ എന്ന് പറഞ്ഞ് വേണം. എന്നിട്ട് കണ്ടീഷൻ ഓഫ് മോഷൻ അത് വേണം. എന്നിട്ട് ആദ്യം എഴുതേണ്ടത് ആം, സ്പീഡ് ഓഫ് ആമിൻ്റെ പേര് എഫ്. അപ്പോൾ നമ്മൾ സ്പീഡ് ഓഫ് ആം എന്ന് പറയുമ്പോൾ എൻ സഫിക്സ് എഫ് ബ്രാക്കറ്റിൽ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരാം. ആം ആദ്യം എഴുതണം, കമ്പൽസറി ആണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു ഗിയറിൽ നിന്ന് വരാം. ഒന്നെങ്കിൽ എയിന്ന് ബിയിലേക്ക് വരാം, അല്ലെങ്കിൽ ബിന്ന് എയിലേക്ക് വരാം. അപ്പം ഞാനിവിടെ എയിന്ന് ബിയിലേക്ക് വരിക. അപ്പം സ്പീഡ് ഓഫ് ഗിയർ എ എന്ന് പറഞ്ഞ് കൊടുത്തു, എൻ എ എന്ന് പറഞ്ഞ് അതിനെ വിളിച്ചു. ഇനി അടുത്ത ഗിയർ സ്പീഡ് ഓഫ് ഗിയർ ബി എന്ന് പറഞ്ഞ് കൊടുത്തു, അതിനെ എൻ ബി എന്ന് പറഞ്ഞ് വിളിച്ചു. ഓക്കെ, മൊത്തം 2 ഗിയറേ ഉള്ളൂ. ആ 2 ഗിയറും എഴുതി. ആം നമ്മൾ ആദ്യം എഴുതണം. ആദ്യം സ്റ്റെപ്പ് നമ്പർ, രണ്ടാമത് കണ്ടീഷൻ ഓഫ് മോഷൻ, പിന്നെ മൂന്നാമത് എപ്പോഴും ആം ഉണ്ടെങ്കിൽ ആം, പിന്നെ അതിനുശേഷം ഏതെങ്കിലും ഗിയറിൽ തുടങ്ങി അതിങ്ങനെ വരിക. ഇപ്പം ഞാൻ എ തുടങ്ങി, എ കഴിഞ്ഞിട്ട് പിന്നെ ബി എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ആദ്യം എഴുതേണ്ടത് 1, ആദ്യത്തെ കണ്ടീഷൻ ആം ഈസ് ഫിക്സഡ്, ആം ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതായത് ആം ഫിക്സഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് ഉണ്ടോ? ഇല്ല. അതിൻ്റെ സ്പീഡ് എത്രയാണ്? 0 ആയിരിക്കും അതിൻ്റെ സ്പീഡ്. അപ്പോൾ n = 0 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, എന്നിട്ട് +1 റവല്യൂഷൻ ടു ഗിയർ എ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, എല്ലാ കേസിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇത് ആദ്യം നോക്കുക, അപ്പോൾ അടുത്ത കണക്കൊക്കെ ചെയ്യാൻ നേരത്ത് എങ്ങനെയാ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പം ആം ഈസ് ഫിക്സഡ് +1 റവല്യൂഷൻ ടു ഗിയർ എ. അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഇവിടെ സൈഡ് എഴുതിക്കുക. ഞാനിവിടെ ആൻറ്റി ക്ലോക്ക് വൈസിനെ ഏത് ചിഹ്നമായിട്ട് എടുത്തു? ഞാൻ പ്ലസ് ആയിട്ട് എടുത്തു. ആൻറ്റി ക്ലോക്ക് വൈസിനെ പ്ലസ് ആയിട്ട് എടുത്തു. ഓക്കെ, ക്ലോക്ക് വൈസിന് എന്തായിട്ട് എടുത്തു? മൈനസ് ആയിട്ട് എടുത്തു. അങ്ങനെ പറഞ്ഞ് എഴുതി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ആം ഫിക്സഡ് ആണെന്ന് പറഞ്ഞു, ആമിന് അനക്കമില്ല, ആം ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. +1 റവല്യൂഷൻ ടു ഗിയർ എ. +1 റവല്യൂഷൻ ടു ഗിയർ എന്ന് പറയുമ്പം ഇത് ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു റൗണ്ട് കറക്കി. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു റൗണ്ട് കറക്കി. +1 റവല്യൂഷൻ ടു ഗിയർ എ. അപ്പം ഇവിടെ ഇങ്ങനെ വരും. അപ്പം സ്പീഡ് ഓഫ് ആം എത്രയാ? ആം ഫിക്സഡ് അല്ലേ, അപ്പം 0.
സ്പീഡ് ഓഫ് ഗിയർ എ, ഗിയർ എന്ന് പറയുന്നത് +1 റവല്യൂഷൻ, ഒരു റവല്യൂഷൻ അല്ലേ കറക്റ്റ് ചെയ്തത്. അപ്പം +1 എന്ന് എഴുതണം, കാരണം ഇത് ആന്റി ക്ലോക്ക് വൈസിൽ കറക്റ്റ് ചെയ്യുന്ന ഈ പ്ലസ് സൂചിപ്പിക്കുന്നു. 1 എന്ന് പറയുന്നത് എത്ര റൊട്ടേഷൻസ് എന്നുള്ളത് പെർ മിനിറ്റ് എന്നായെന്നുള്ളത് സൂചിപ്പിക്കുന്ന RPM. ഇനിയിപ്പം സ്പീഡ് ഓഫ് ഗിയർ ബി. അപ്പോൾ ബീൻ്റെ ഇതെങ്ങനെ അപ്പം നമ്മൾ എന്തോന്നാണ് കണ്ടുപിടിക്കേണ്ടത്? NB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം NB = NB ആരാണ് കറക്കുന്നത്? NA അല്ലേ കറക്കുന്നത്? NB ആരുമായിട്ടാണ് മുട്ടിക്കൊണ്ട് നിൽക്കുന്നതെന്ന് നോക്കണം. ഈ B എന്ന് പറയുന്ന ഗിയർ ആരുമായിട്ടാണ് മുട്ടിക്കൊണ്ട് നിൽക്കുന്നത്? തൊട്ടടുത്തുള്ള ഗിയർ ഏതാണ്? മുട്ടിക്കൊണ്ട് നിൽക്കുന്ന ഗിയർ ഏതാണ്? A. അപ്പം NB/NA = എന്തോന്ന് എഴുതണം? മറ്റേ രീതിയിൽ, കുറച്ച് മുന്നേ പറഞ്ഞ രീതിയിൽ TA/TB എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ. ഇപ്പം ഇതിൻ്റെ അകത്ത് NA അപ്പുറം പോകത്തില്ലേ? NB നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, NB കോളമിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ NB = TA/TB × NA. ശരിയല്ലേ? ഇനിയിപ്പോൾ NA ഇവിടെ നമ്മൾ +1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ +1 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ +1 എന്ന് പറയുമ്പോൾ TA/TB എന്ന് അവസാനം വരും. ×1 അല്ലേ? ×1 എന്ന് പറയുമ്പോൾ 1 തന്നെ. അപ്പോൾ TA/TB. അപ്പോൾ NB = TA/TB ആണെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനിയിപ്പം ഇത് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കി അല്ലേ? അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും. അപ്പോൾ അതിൻ്റെ ചിഹ്നം ഏതാ? മൈനസ്. അപ്പം ഞാൻ ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തു. അപ്പം NB എന്ന് പറയുന്നത് -TA/TB ആണ്. അപ്പോൾ ഞാൻ അതെടുത്ത് ഇവിടെ എഴുതി. ഓക്കെ, -TA/TB ആണ് എന്തോന്ന്? ഗിയർ ബി. ഇത്രേ ഉള്ളൂ. ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇനിയിപ്പം ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇനിയിപ്പം രണ്ടാമത്തത് സ്റ്റെപ്പ് നമ്പർ 2. ആം ഫിക്സഡ് ആണ്, +X റവല്യൂഷൻ ടു ഗിയർ A എന്ന് പറഞ്ഞു കൊടുക്കും. +X റവല്യൂഷൻ ആണ്. ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ 1,00,000 റവല്യൂഷൻ കറക്കി. ഇത് X റവല്യൂഷൻ. അപ്പോൾ ഒന്നുമില്ല. ആം ഫിക്സഡ് എന്ന് പറയുമ്പോൾ എന്തോന്ന്? 0. ഗിയർ എയുടെ റവല്യൂഷൻ എത്ര? +X എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ. അപ്പം ഇത് വരാൻ നേരത്ത് ഇതിൻ്റെ കൂടെ ഒരു എക്സും കൂടെ ആഡ് ആകും അല്ലേ? ഇവിടെ ×NA അല്ലേ ചെയ്ത്? എൻ്റെ എന്ന് പറയുന്നത് X അല്ലേ? അപ്പം ഇൻറ്റു വരുന്നത് -X TA/TB. മനസ്സിലായോ? -X × TA/TB. ഇവിടെ NAയുടെ അവിടെ നമ്മൾ എന്തോന്ന് ഇട്ട് കൊടുത്തു? ×1 ഇട്ട് കൊടുത്തപ്പോൾ TA/TB എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ എഴുതി. ഇനിയിപ്പോൾ X ഇട്ട് കൊടുക്കുന്നു. അപ്പം ×X എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ എഴുതുന്നത്? -X TA/TB. അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഇതാണ് സംഭവം. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനിയിപ്പോൾ അടുത്തത് മൂന്നാമത്തത് ആഡിങ് y to all elements എന്ന് പറഞ്ഞു കൊടുത്തു. ആഡിങ് y to all elements എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ +y ആഡ് ചെയ്യണം, ഇവിടെ +y ആഡ് ചെയ്യണം, ഇവിടെയും +y ആഡ് ചെയ്യണം. ഓക്കെ. അപ്പം നാലാമത്തത് ടോട്ടൽ മോഷൻ. 0 + y + y, x + y, x + y, -X TA/TB + y. അതങ്ങനെ തന്നെ വരും. TA/TB + y എന്ന് വരും. അപ്പോൾ ഇതാണ്, ഇത്രേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇപ്പം നമ്മളിവിടെ എന്തിട്ട് കൊടുത്താലും ഔട്ട്പുട്ട് എത്രയേ വരത്തുള്ളൂ? ഈ ഇക്വേഷനിൽ കൂടെ പ്രോസസ്സ് ആകുമ്പോൾ കറക്റ്റ് കാര്യങ്ങളെ വരത്തുള്ളൂ പുറത്തേക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളോടിപ്പോൾ ചോദിച്ചിരിക്കുക ആം ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ നമ്പർ 2 സബ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇത് 2 സബ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഇത് 2 ഇത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആം ഫിക്സഡ് ആണ്. ആം ഫിക്സഡ് എന്ന് പറയുമ്പം NF = y, NF +y ഫിക്സഡ് എന്ന് പറയുമ്പോൾ 0. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്തോന്നു കിട്ടി? 0 എന്ന് പറഞ്ഞ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? NF ആം ഫിക്സഡ് എന്ന് പറഞ്ഞു. അപ്പോൾ NF = 0. അങ്ങനെ പറഞ്ഞാൽ y = 0. ഇനി അടുത്തത്, ഇഫ് A റൊട്ടേറ്റ്സ് ഇൻ 150 RPM ക്ലോക്ക് വൈസ്. A വന്നിട്ട് 150 RPM ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മൈനസ്. അപ്പോൾ -150 ആണ് എന്തോന്ന്? NA എന്ന് പറയുന്നത് -150 ആണ്. അപ്പോൾ NAയുടെ ഇക്വേഷൻ X + y, X + y = -150. ഇപ്പോൾ വൈൻ്റെ വാല്യൂ നമുക്കിവിടെ അറിയാം എന്താണ്? 0.
അപ്പോൾ എക്സ് പ്ലസ് 0 ഇസ് ഈക്വൽ ടു -150. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാ? -150. അപ്പോൾ വൈൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ. ഇനിയിപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ഗിയർ ബി? ബിൻ്റെ സ്പീഡ് എന്നാ? അപ്പോൾ ബി എന്ന് പറയുമ്പോൾ എൻ ബിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. എൻ ബി ഇസ് ഈക്വൽ ടു -x TA/TB പ്ലസ് വൈ. ഓക്കെ, ഇതിനകത്ത് -x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ -(x) -150. ഓക്കെ, TA/TB. TA എത്ര? 50 TB എത്രയാ? 25. ഓക്കെ, പ്ലസ് വൈ എത്ര? 0. ചെയ്യാൻ നേരത്തെ എത്ര വരും? മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയി പോവേ. അപ്പം 150 ഇൻറ്റു 50/25 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ എത്ര RPM ഇത് കറങ്ങുന്ന? NB 300 RPM NB കറങ്ങുന്നത്. കിട്ടിയ ഉത്തരം പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ഓക്കെ, പിന്നെ ഒരു സബ് ഇതും കൂടെ ഉണ്ട്. ആം 200 RPM എന്ന് പറഞ്ഞിട്ടുണ്ട്. ആം 200 RPM കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പം ആം 200 RPM എന്ന് പറയുമ്പം ആം എന്ന് പറയുന്നത് NF കൗണ്ടർ ക്ലോക്ക് വൈസ്, അപ്പോൾ പ്ലസ് 200. ഓക്കെ, അപ്പോൾ NF എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു 200 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് A ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NA ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതിനകത്ത് നിന്ന് NA എന്ന് പറയുന്നത് x പ്ലസ് y ഇസ് ഈക്വൽ ടു 0. y 200 ആണെന്ന് കിട്ടി. അപ്പോൾ x പ്ലസ് 200 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x ഇസ് ഈക്വൽ ടു -200. അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. ഓക്കെ, ഇനി ബീൻ്റെ സ്പീഡ് എത്രയാണ്? അതാ ചോദിച്ചിരിക്കുന്നത്. ബീൻ്റെ സ്പീഡ് എങ്ങനെ? ഈ ഇക്വേഷൻ എടുത്തിട്ടാൽ പോരെ. അപ്പം -(-200). ഈ മൈനസ് നമുക്ക് ഇക്വേഷനിൽ കിട്ടിയതാണ്. ഈ എക്സിൻ്റെ വാല്യൂ ആണ് ഈ മൈനസ്. ഓക്കെ, TA എന്ന് പറയുമ്പോൾ 50/25 പ്ലസ് വൈ എന്ന് പറയുന്നത് 200. ഓക്കെ, വൈ എന്ന് പറയുന്നത് 200. അപ്പോഴത്തേക്ക് എന്തോന്ന് കിട്ടും? 200, ഈ മൈനസും വെട്ടിപ്പോയി. 200 ഇൻറ്റു 50/25 പ്ലസ് 200 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം എത്ര കിട്ടും? 600 RPM എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇത് പ്ലസ് അല്ലേ? പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ്. അത്രേ ഉള്ളൂ. ഒരു 2, 3, 4 എപ്പിസൈക്കിൾ ഗിയർ ട്രെയിനിൻ്റെ ചോദ്യമുണ്ട്. ഇത് വെറും ബേസിക്. അപ്പോൾ ഞാനൊരു 2 ഡെമോ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്. 1ഉം 2ഉം 2 ഡെമോ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഈ 2 ഡെമോ ക്വസ്റ്റ്യനും ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എപ്പിസൈക്കിൾ ഗിയർ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടെ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സെറ്റായിട്ട് എക്സാമിന് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാം. കാരണം മിക്കപ്പോഴും അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ വരുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇങ്ങനെ 2 എണ്ണം ഒരു ഷാഫ്റ്റിൽ തന്നെ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ഇതിനെ A എന്ന് വിളിച്ചു, ഇതിനെ B എന്ന് വിളിച്ചു. അപ്പം നമ്മളിവിടെ NA ഓർ NB എന്ന് പറഞ്ഞ് എടുക്കും. 2 എണ്ണമായിട്ട് എടുക്കത്തില്ല. NA NB സെപ്പറേറ്റ് എടുക്കാതെ NA ഓർ NB എന്ന് പറഞ്ഞെടുക്കും. അത് ആ കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുക. അതായിരിക്കും കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.